വിശുദ്ധമായി നോമ്പെടുത്ത് ഇബാദത്ത് ചെയ്ത് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഗുണം നമ്മുടെ ഹൃദയം ശുദ്ധിയാവാനുള്ള അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആലോചിച്ച് നോക്കി, ആരോടും ദേഷ്യമില്ല, ആരോടും പോരില്ല, ആരോടും വൈരില്ല. എന്തൊരു സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതം. അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മെഡിക്കൽ സയൻസ് ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച്, കൃത്യമായ ഡാറ്റകൾ നമുക്ക് സമർപ്പിച്ചതനുസരിച്ച് നമ്മുടെ മാനസികമായി വരുന്ന രോഗങ്ങളാണ് പലപ്പോഴും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുടെ വർധനവിന് കാരണമെന്ന് മനഃശാസ്ത്രം ശാസ്ത്രീയമായി പഠിപ്പിച്ച കാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാവണം. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി, ശുദ്ധമായ ഖുർആൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, നമ്മുടെ സമ്പത്തോ നമ്മുടെ മക്കളോ നമുക്ക് ഉപകരിക്കാത്തൊരു ദിനം, അന്ന് ഉപകരിക്കുന്നത് ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ആരോടും വെറുപ്പില്ലാത്ത, ആരോടും ദേഷ്യമില്ലാത്ത, സലാമത്തുള്ള ഹൃദയവുമായി വന്നവർക്ക് അന്ന് രക്ഷയുള്ളവെന്ന് പരിശുദ്ധ ഖുർആൻ. ഏറ്റവും ഡേഞ്ചർ എന്താന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ രക്തം നജസാണ്, പക്ഷെ കുറച്ച് രക്തം ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തിരുന്ന് കിതാബിലൊക്കെ കാണാൻ കഴിയും. നമ്മൾ ഇളകിയ നിസ്കാരം പാത്തിയാൽ ചെറിയ അളക്കാണെങ്കിൽ മഹഫൂഅൻഹുവാണ്, പൊറുക്കപ്പെടുന്ന കിതാബുകളിലുണ്ട്. ഫാത്തിഹ ഓതാൻ കഴിയാത്തൊരുത്തൻ അക്ഷരങ്ങൾ തെറ്റിച്ചാലും അഫൂന് ചെയ്യപ്പെടുന്ന കിതാബിലുണ്ട്. പക്ഷേ ഒരാള് കിബറുണ്ടെങ്കിൽ പൊറുക്കപ്പെടുമെന്ന് കാണുന്നില്ല, ഒരാള് ഹസദുണ്ടെങ്കിൽ പൊറുക്കപ്പെടുമെന്ന് കാണുന്നില്ല, ഒരൽപ്പം വിദ്വേഷം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാപ്പുണ്ടെന്ന് കാണുന്നില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെടണമോ അല്ലാഹുവിനെ ആലോചിച്ച് പ്യൂരിഫൈ ചെയ്യപ്പെട്ട ഒരു ഹൃദയം വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 3 വിഷയങ്ങൾ, 3 ട്രെയിനിങ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഹൃദയത്തിന് സുഖം കിട്ടും. ആദ്യമായിട്ട് വേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പടച്ചോൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മ, ഒരുപാട് ധാരണകൾ നിങ്ങൾ ഒഴിവാക്കണം. വലിയ പ്രശ്നം എന്താ? ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വർഷങ്ങളെടുത്ത പന്തം പൊടിഞ്ഞു പോകുന്നു. തെറ്റിദ്ധാരണ നമ്മളിങ്ങനെ റീഡ് ചെയ്യാണ്, അതങ്ങനെ ഇങ്ങനെ പോലെ അങ്ങനെ ചെയ്യുന്നത്, എന്നിട്ട് അത് തെറ്റിയാണ്, അത് പെണങ്ങാണ്. എന്നൊക്കെ അറിയോ, പിശാചി ഒന്നും തന്നെ ശ്രീബന്ധുക്കളെ പറഞ്ഞയക്കും രാവിലെ. എന്തിന്? നാട് മുഴുവൻ കുട്ടിച്ചോറാക്കാൻ. അങ്ങനെ യഥാ പിശാചിന്റെ ഇബ്ലീസിന്റെ ഒരു ശ്രീബന്ധു വൈകുന്നേരം കടന്നവരെയാണ്. ഇന്ന് ഞാൻ ഒരാളെ കൊണ്ട് വ്യഭിചരിപ്പിച്ചിരിക്കുന്നു. പിശാചി പറയും, ഓക്കെ വ്യഭിചരിപ്പിച്ചില്ലേ, ആയിക്കോട്ടെ. ഒരാള് പറയും, ഞാൻ ഒരാളെ കൊണ്ട് കണ്ണ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇബ്ലീസ് ഷെയ്ഖ് പറയും, ഒരാളെ കണ്ണ് പിടിപ്പിക്കും. അതൊന്നും പിശാചിനെ ദേഷ്യമില്ല, അതൊന്നും വലിയൊരു തെറ്റായിട്ട് തോന്നുന്നില്ല, അതൊന്നും തെറ്റല്ല എന്നല്ലോ നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. പക്ഷേ പിശാചി ലൈക്ക് കൊടുക്കണം എപ്പോഴാന്നറിയോ? മറ്റൊരു സിംബന്ധി വരികയാണ്, അയാൾ വന്നിട്ട് പറയാണ്, പിശാചിന്റെ ഒരു ശിഷ്യൻ, ഒരു പിന്നണി പോരാളി വന്നിട്ട് പറയാണ്, ഇന്ന് ഞാൻ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ തെറ്റിച്ചിരിക്കുന്നു, മക്കളെയും മാതാപിതാക്കളെയും കണക്കിയിരിക്കുന്നു, ഒരു നാട്ടുകാരെ മുഴുവൻ ഫിത്നയിലാക്കിയിട്ടുണ്ട്. പിശാചിന് കൊടുക്കും ഈ ചാടലിന്റെ കുട്ടി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പലപ്പോഴും നമ്മുടെ പിണക്കങ്ങൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ പോരുകൾ, പകപോക്കലുകൾക്കുള്ള കാരണം തെറ്റിദ്ധാരണയാണ്.
നമുക്ക് തോന്നിയാണ് അതന്നെ നമ്മളെ ഉറപ്പിക്കും. അതുമൂലം നമ്മൾ ആക്ട് ചെയ്യും. എത്ര ബന്ധനങ്ങളായി പോയി, എത്ര സ്നേഹങ്ങൾ തകർന്നുപോയി, എത്ര ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾ അരനേരം കൊണ്ട് നിലംപരിശായി പോയി. എന്താ കാരണം? തെറ്റിദ്ധാരണ. നമുക്ക് തോന്നുന്നു ശരി തന്നെ. ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ഒഴിവാക്കണേ അങ്ങനത്തെ ഒന്നിൽ നിന്നുള്ള മിക്കതിനെയും നിങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് പറയാണ് അങ്ങനെ നിങ്ങൾ ധരിക്കൽ തന്നെ തെറ്റാണ്, തെറ്റാണ്, തെറ്റാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് തന്നെ അനുയായികൾക്ക് പഠിപ്പിക്കാൻ. എത്രത്തോളം തെറ്റിദ്ധാരണ കാര്യമായിട്ട് പിശാച് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ശരിയാണ് ഉറപ്പാന്നൊക്കെ തോന്നും. പക്ഷെ പിശാച് കൈകൊട്ടിച്ചിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ചില ഉലമാവ് പറഞ്ഞത്, നിങ്ങൾ കളവ് പറയുന്നതിനേക്കാൾ തെറ്റാണ് കളവായി ചിന്തിക്കൽ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. തെറ്റു പറയുന്നതിനേക്കാൾ ദുരന്തമാണ് തെറ്റിദ്ധാരണ എന്ന ഉലമാവ് രേഖപ്പെടുത്തുന്നു. गलत फहमी से बरसों कशुलासाई गई. മനോഹരമാണ് ഉറുദു കവിത. എത്ര ഒരു തെറ്റിദ്ധാരണ, എത്രയെത്ര ബന്ധങ്ങളാണ് ഇല്ലാതാക്കിയത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അത് വൻ തെറ്റാണ്. നമ്മൾ തെറ്റായി ധരിക്കൽ കുറ്റമാണ്, ഇസ്മാണ്. മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ ബീവിയുടെ അടുത്ത് കൂടി ഇങ്ങനെ പോവാൻ. സഫിയ ബീവിയുണ്ട്, മുത്തുനബി ഇങ്ങനെ പോവാ. ഒരു ഇരുട്ടുള്ള സമയം. അപ്പോഴേതാ രണ്ട് അൻസാറുകൾ അങ്ങനെ കടന്നുപോയി. അൻസാറുകളിൽപ്പെട്ട രണ്ട് സ്വഹാബിമാര് മുത്തുനബിയുടെ ചാരത്തൂടെ അസ്സലാമു അലൈക്കും. മുത്തുനബിയും ഭാര്യ അവിടെ നിൽക്കണം. അസ്സലാമു അലൈക്കും. ഇതൊന്നും കൊണ്ടില്ല, ഒറ്റ പോക്ക്. റസൂൽ പറഞ്ഞു അലാ നസ്ബികുമാ, അവിടെ നിൽക്കി, അവിടെ നിൽക്കി. ഇന്നഹാ സഫിയ, ഇത് സഫിയ കേട്ടോ, ഇതിന്റെ പത്നി സഫിയയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ലല്ലോ, ഞങ്ങൾക്കറിയാം ഹബീബിന്റെ കൂടെ ഹബീബിന്റെ ഭാര്യമാരല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടാവും. പക്ഷെ റസൂൽ ഇത് തിരുത്തി കൊടുക്കാണ്, ഇത് സഫിയ കേട്ടോ. എന്നിട്ട് റസൂൽ പറയാണ് ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ രക്തം സഞ്ചരിക്കുന്ന ഇടങ്ങളിലൂടെയൊക്കെ പിശാച് സഞ്ചരിക്കുന്നതാണ്. എന്നിട്ട് അവൻ ചെയ്യുന്നതോ റസൂലുള്ളാഹി പറയാണ് വഇന്നി ഖശീതു അയ്യദ്വ ഫീ ഖുലൂബികുമാ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെപ്പറ്റി വല്ലതും അവൻ ഇട്ടുകൊടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വഹാബാക്കൾക്ക് വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി തെറ്റിദ്ധരിക്കരുതേ, തെറ്റിദ്ധരിക്കരുതേ, തെറ്റാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇത് നമ്മൾ ഒഴിവാക്കണം. അടുത്തോട് നമുക്ക് അത് ഓൺ ചെയ്തതാണ്. എന്നിട്ട് ഇന്നലെ വരെ ചിരിച്ചി നാളുണ്ട്, ഇന്ന് ഇളിച്ചടക്കണ്. എന്താ കാരണം? സാധുവൊന്നും അറിയില്ല, ഓന്തോ തെറ്റിദ്ധരിച്ചതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് വൻ രോഗമാണ്. ഇദാ സാഅ ഫിഅലുൽ മർഇ സാഅതു ജുനൂനുഹു. നമ്മളെ ചെയ്തിയും പ്രവർത്തനമൊക്കെ മോശമായാൽ നമ്മുടെ ചിന്തകളൊക്കെ മോശം ചിന്ത വരാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. ഒരാൾ പറയാണ് ലോകാകെ നശിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറയാണ്, മുസ്ലിം മതങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നു, ആ പറഞ്ഞ മനുഷ്യനാണ് അഹ്ലുക്കും, അവരെ കൂട്ടത്തിലെ ഏറ്റവും നാശകാരി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹൃദയത്തിന് കൊടുക്കേണ്ട ഒന്നാമത്തെ ട്രെയിനിങ്, പ്ലീസ് തിങ്ക് പോസിറ്റീവ്ലി, നല്ലതായിട്ട് ചിന്തിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഭാര്യയെ പറ്റി പോലും ഖുർആനിൽ പറഞ്ഞത് വ്യക്തമായ തെറ്റ് വന്നു എന്ന് ഉറപ്പിച്ചാലല്ലാതെ അവർക്കെതിരെ തെറ്റാനോ പിണങ്ങാനോ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചിലർക്ക് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഓരോ സ്കൂളിൽ പഠിക്കുന്നതും കാലത്തുള്ളതൊക്കെ അന്വേഷിച്ച് പിന്നെ തെറ്റിദ്ധരിച്ച് എത്ര ബന്ധങ്ങളാണ് ത്വലാഖായി പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ നന്മയോടെ ചിന്തിക്കുക, നല്ല ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഹൃദയം നന്നാവുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തത് നന്നായി ചിന്തിക്കുക, തെറ്റിദ്ധാരണ ഒഴിവാക്കുക. തെറ്റിദ്ധാരണ വലിയ തെറ്റാണ്, കുറ്റമാണ്, പാപമാണ്. നമ്മളിങ്ങനെ പലതും റീഡ് ചെയ്ത് അതൊക്കെ ശരിയാണെന്ന് ഇങ്ങനെ ഉറപ്പിച്ച് ജീവിക്കരുത്. നമ്മുടെ പല അമലുകളും നശിച്ചു പോകും. അള്ളാഹു നമുക്ക് കാവൽ പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തത് ഹൃദയം മനോഹരമാകാൻ, ഹൃദയം സന്തോഷമാകാൻ. രണ്ടാമത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ച് അലിയാർ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടലാണ്. തൗഫീഖ് നൽകട്ടെ. അന്ന് നമുക്ക് വിധിച്ചൊന്നുണ്ടാവും, അതുകൊണ്ട് സന്തോഷമില്ല. നമുക്ക് വിധിച്ചൊരു ഇടം ഉണ്ടാവും, നമുക്ക് വിധിച്ചൊരു വാഹനം, ഒരു വസ്ത്രം, ഒരു വീട്, ഇങ്ങനെ നമ്മളൊരു ജോലി, ഇതൊക്കെ അന്ന് വിധിച്ചതാ. ഇതുകൊണ്ട് എന്ത് വേണം? തൃപ്തിപ്പെടാൻ സാധിക്കണം. തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അങ്ങനെ തൃപ്തിപ്പെട്ടാലോ ജനങ്ങളിലെ ഏറ്റവും ഐശ്വര്യവാനിയാകുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മാണിയമ്പലത്തിൽ ഇങ്ങനെ നോക്കിയാൽ പല വലിയ വലിയ വീട് കാണും, വലിയ വാഹനം കാണും, ജോലി, ബിസിനസ്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് രണ്ടെണ്ണത്തിലേക്കാണ്. നമ്മൾ നോക്കേണ്ടത് രണ്ടെണ്ണത്തിലേക്ക്. ഒന്നെനിക്ക് അല്ലാഹ് ഇത് തന്നല്ലോ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ അടുത്തൊരു മുരീദ് ശിഷ്യന്മാരിങ്ങനെ വണ്ടിയിൽ പോവാണ്. അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് വഫാത്തായി. അപ്പൊ കൊണ്ടുള്ള റോട്ടുകൂടി ഇങ്ങനെ വണ്ടി കുലുങ്ങി പോവാണ്. അപ്പോ ഉസ്താദ് പറഞ്ഞു, വണ്ടി ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്, ഇത് നന്നാക്കിയാൽ നന്നാകാത്ത റോഡാണ്. നമ്മൾ രമാനപ്പത്തേക്ക് വരുമ്പോ പലപ്പോഴും പറഞ്ഞു പോലൊരു വാക്കായിരിക്കും. പക്ഷെ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, അങ്ങനെ പറയല്ലേ, ഇവരൊന്നും റോഡില്ലാത്ത എത്രയോ കാലം കഴിഞ്ഞു പോയില്ല. നമ്മുടെ വല്യാപ്പമാർ കിലോമീറ്ററുകൾ താണ്ടി നടന്നു വന്ന സ്ഥലമാണ്. ഇന്ന് നമുക്ക് കുഞ്ഞിച്ചെങ്കിലും വരാൻ സാധിക്കണില്ലേ? നമുക്ക് എത്ര റെലവൻസ് ഉണ്ട് അതിന്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കണം. പഠിച്ചോ, നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇദാ മാ കുൻത ലാ ഖൽബിൻ ഖദൂഇ ഫഅൻത വമാലികു ദുനിയാ സവാഉ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ഇങ്ങനത്തൊക്കെ മക്കളെ എനിക്കുണ്ടല്ലോ, ഈ വണ്ടി എനിക്കുണ്ടല്ലോ, ഈ വീട് എനിക്കുണ്ടല്ലോ, ഈ പ്രൊഫഷൻ എനിക്കുണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോ നീയും ലോകരാജാവും സമമാണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തൗഫീഖ്. ഇതൊരു ട്രെയിനിങ് ആയിട്ട് എടുക്കണം. ഇപ്പൊ നമുക്ക് എത്ര സുഖാലയം നമ്മളെ ഫലസ്തീൻ കൊണ്ട് നോക്കിയാൽ പോലെ. അവർക്ക് റമദാനല്ലേ, അവർക്ക് നോമ്പുണ്ടോ, അവർക്ക് അധ്യായമുണ്ടോ, അവർക്ക് വീടുണ്ടോ? ഒരു സമാശ്വാസം വന്നപ്പോഴേക്ക് വീണ്ടും അക്രമങ്ങൾ. യാ അല്ലാഹ്, അവര് ചെയ്ത തെറ്റെന്താണ്? പറഞ്ഞല്ലേ ഈ ആക്രമിക്കപ്പെടുന്നത്. നമ്മൾ ആലോചിക്കണം. ആ പത്രം നിങ്ങൾ നോക്കിയിട്ട് ആ വാട്സാപ്പിൽ എന്താ ഫലസ്തീനിൽ നടക്കുന്നത്, അവിടുത്തെ മരണനിരക്ക്, ആ മക്കളെ ചൊമ്പ് പിടിച്ചിട്ട് പൊന്തിച്ച് നിൽക്കുകയാണ്. ആകെ ഇത്തിരി ചോരയുള്ളൂ, ഇത്തിരി ഭക്ഷണമേ ഉള്ളൂ. ഇനി പൊക്കണത് ചമ്പാണ്. ഒരു പ്രതീക്ഷയാണ് ആ പാവങ്ങള്. അതൊക്കെ ആലോചിക്കുന്നത് നമ്മൾ എത്ര സുഖത്തിലാണ്. റസൂലുള്ളാഹി പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളോട് പറയാണ്, നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കി. നിങ്ങളെങ്ങാണ്ട് വലിയ വീട്ടുകാർക്ക് നോക്കില്ലേ, അപ്പുറത്ത് ഓടിന്റെ വീടില്ലേ, വെള്ളൊലിങ്ങളുടെ വീടില്ലേ, പാവങ്ങളുടെ വീടില്ലേ, ആ വീട്ടിലേക്ക് നിങ്ങൾ നോക്കണം. റസൂലുള്ളാഹിന്റെ വാക്കാണ്.
അപ്പൊ അങ്ങനെ നോക്കിയാൽ സുന്നത്തിന്റെ കൂലിയാണ്. നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കണേ. പിന്നെയോ എന്നിട്ട് നിർത്തല്ല, നോക്കല് എന്ത് പറഞ്ഞാൽ മതി, താഴെയുള്ളതിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി, നിർത്തിയില്ല, വ്യക്തമാക്കി തരാണ്. നിങ്ങൾ മുകളിലുള്ളവരിലേക്ക് നോക്കല്ലേ, അതാണ് അള്ളാഹുവിന്റെ നിഅമത്തിനോട് ധിക്കാരം കാണിക്കാതിരിക്കാൻ നല്ലത് താഴെയുള്ളവരിലേക്ക് നോക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യൂറോപ്പ് മാത്രം നോക്കണം, യൂറോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട അറബ് രാജ്യങ്ങളിലേക്ക് മാത്രം നോക്കിയിട്ട് അവർക്ക് ജോലിക്ക് പോയെങ്കിൽ ഇവിടെ അതൊക്കെ പോടെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കരുത്. പാവങ്ങളുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട്. സിറിയയിൽ നിന്ന് മുമ്പ് അറബ് ലോകത്തേക്ക് ഒരു ഫത്വ വരികയാണ്, ഇനി ഞങ്ങൾക്ക് പൂച്ചയെ കഴിക്കാൻ പറ്റുമോ? ഫത്വ കമ്മിറ്റിക്ക് ചോദ്യം വരിക, കത്ത് വരിക, ഞങ്ങൾക്ക് പൂച്ചയെ കഴിക്കാൻ പറ്റുമോ? അന്നമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് അന്നമുണ്ട്, കിടക്കാൻ വീടുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കി, കോഴിക്കോട് നിന്ന് ഇന്നൊരാൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ കൂടി വന്നു. പോകാൻ എന്തൊക്കെ സൗകര്യം ഉണ്ട് അല്ലേ? ഇങ്ങനെ ഒരു 2 കിലോമീറ്റർ പോലും പോകാൻ കഴിയാത്ത എത്ര മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഇവിടെയാണ് മലബാർ സ്വർഗം. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ, നന്നാകുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഒരു ട്രെയിനിങ് ആയിരിക്കും. ഒന്ന്, ആരെ പറ്റി നെഗറ്റീവ് ഇങ്ങനെ ചിന്തിച്ചത്, ഈ ചിന്ത വന്ന പിശാച് ഓർക്കയുണ്ടെന്ന് മനസ്സിലാക്കി ആ ചിന്ത മാറ്റി വെക്കാം. എനിക്ക് എന്റെ പോരായ്മ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഓൻ്റെ എന്തിനാ നോക്കേണ്ടത്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത്, എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കുക, ചെറ്റക്കുടിലേക്ക് നോക്കുക, പാവപ്പെട്ടവരിലേക്ക് നോക്കുക, രോഗികളിലേക്ക് നോക്കുക. മനസ്സിലാകും അൽഹംദുലില്ലാഹ്, 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 നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മഹല്ലിലല്ലേ 13 വയസ്സുള്ള ഒരു മാണിക്കക്കല്ല് പാവപ്പെട്ട കുട്ടി ക്യാൻസർ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മുടെ ലോകത്തിനൊക്കെ വല്ല പ്രസക്തി ഉണ്ട്? നമുക്ക് ഇവിടെ ചെറിയൊരു വേദന, കാലൊന്നും മടങ്ങായില്ല, തലക്കൊരു ചെറിയ വേദന, ചെറിയൊരു പെയിൻ, ഇതൊക്കെയല്ലേ ഉള്ളൂ. 13 വയസ്സുള്ള പൊന്നോമന മോളാണ് അവിടെ ക്യാൻസർ രോഗമായിട്ട് എല്ലും തോലുമായി കിടക്കുന്നത്. അതൊക്കെ നോക്കുമ്പോ നമ്മളെത്ര ആരോഗ്യവാന്മാരാ. അല്ലാഹു തൗഫീഖ്, അല്ലാഹു ചിന്ത പ്രദാനം ചെയ്തിട്ട് സുദീർഘമാക്കുന്നില്ല. ഒറ്റ പോയിന്റ് കൂടെ ഹൃദയം ശാന്തമാകാൻ മറ്റൊരു മാർഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒന്ന് തെറ്റിദ്ധരിക്കാതിരിക്കൽ, രണ്ടാമത്തത് താഴെയുള്ളവരിലേക്ക് നോക്കുക. ചെറിയ വണ്ടിയാണെങ്കിലും ആ സ്കൂട്ടി സൈക്കിൾ ചൂണ്ടി പോണവരില്ലേ, അവരിലേക്കൊക്കെ നോക്കുമ്പോ അൽഹംദുലില്ലാ. വണ്ടിയിൽ ഓടിക്കാൻ കഴിയാതെ പങ്ങി നടക്കണവരില്ലേ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് 2 ലക്ഷത്തോളം മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ അവസ്ഥ എന്താ? ആസാം, ഞാൻ പോയിട്ടുണ്ട്, ബംഗാൾ, ആന്ധ്ര, നോർത്ത് ഇന്ത്യയിലൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ പേര് ചോദിച്ചാൽ പഠിച്ചവനെ 10 ലൈലുണ്ടാവും ഒരു പേര്. ഫാത്തി അറിയുമെന്ന് ചോദിച്ചാൽ ആലു നഹി അറിയില്ല എന്ന് അവർ പറയും. ചിലപ്പോ കാണാൻ കഴിയും പച്ചപ്പൊട്ട്. മുസ്ലിങ്ങൾ പച്ചപ്പൊട്ട്, പൊട്ട് പച്ച ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇടാലോ, അവിടെ ഇല്ല. കാരണം ദാരിദ്ര്യാണ്. കുട്ടിയെ നേരെ ഇറക്കുന്നത് ചാണകം കൊണ്ടിക്ക. നമ്മൾ കാണില്ലേ, കുട്ടിക്കൊരു ചെറിയ ആരോഗ്യം വന്നാൽ ചാണകം കൊണ്ട് ഇറക്കിയിട്ട് വീടുകളൊക്കെ ചാണകം തേച്ച് എത്രയോ വീടുകൾ. നമുക്ക് അറപ്പ് തോന്നും. അതൊക്കെ നോക്കുക. അൽഹംദുലില്ലാഹ്, ആ സംവിധാനത്തിന് വേണ്ടി അവിടെ പഠിക്കുന്ന 2 ലക്ഷം ഞങ്ങളെപ്പോലെ എല്ലാം പഠിച്ച തികഞ്ഞ ഹുദവി പണ്ഡിതന്മാർ ഇന്നെല്ലാം വെടിഞ്ഞ് അവിടെ ടെന്റ് ചെയ്ത് കൂടി തകർത്തെയാണ്. അൽഹംദുലില്ലാഹ് 2 ലക്ഷം കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് മദ്രസകൾ, ഇതിന്റെ ഒരു പിരിവ് നമ്മൾ നടത്തി. അൽഹംദുലില്ലാഹ് ഇപ്പൊ നിലവിൽ കഴിഞ്ഞ വർഷം നമ്മുടെ മഹല്ലിന്റെ കീഴിൽ
ഒരു വില്ലേജ് മുഴുവൻ അൽഹംദുലില്ലാ നമ്മുടെ മഹലിന്റെ കീഴിലാണ് നടന്നത്. ആ മഹലിന്റെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട് കൃത്യമായി. നമുക്ക് വേണ്ടവർക്ക് അവിടെ പോവുകയും ചെയ്യാം. നമ്മൾ കാശ് കൊടുത്താൽ അവർ ദഅവത്ത് നടത്തുന്നു. ഈ വർഷവും അൽഹംദുലില്ലാ 20,000 രൂപയാണ് ഒരു മദ്രസക്ക്. നമ്മുടെ ഒരു മദ്രസ ഏറ്റെടുത്തു. ഒരുപാട് പേര് 5000, 1000, 500 നൽകി. ഒരു വർഷം ഒരു കുട്ടിക്ക് വേണ്ട ചെലവ് 500 ആണ്. അൽഹംദുലില്ലാ സാധ്യമാകുന്നവരുണ്ടെങ്കിൽ അറിയിക്കണം. നമ്മൾ മദ്രസക്ക് തല്ലാകുമ്പോ അവിടെ ഒരു മദ്രസ പണിയാൻ ശ്രമിക്കുകയാണ്. പടച്ചറപ്പ് സ്വീകരിക്കട്ടെ. മൂന്നാമത്തത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തത് ഇന്ന റസൂൽ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യന്തഖിമു. റസൂലുള്ളാഹി എന്ന് പഠിക്കേണ്ട മൂന്നാമത്തെ ഒരു മാനസിക ട്രെയിനിങ്. ഹബീബാരോട് പ്രതികാരം എടുക്കൂല. പിന്നെ പ്രതികാരം എടുക്കുന്നവനോ അൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന്റെ 99 നാമങ്ങൾക്കിട്ട പേര് ചൊങ്കുള്ള നാമങ്ങളാണ്. അൽ അസ്മാഉൽ ഹുസ്ന, ചന്തമുള്ള നാമങ്ങൾ. എന്നിട്ടതിൽ കൊണ്ടുവന്നോ അല്ലാഹു മുൻതഖിമുൻ, അല്ലാഹു പ്രതികാരം എടുക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ ചന്തം? അല്ലാഹു പ്രതികാരം എടുക്കുന്നത് അവനിക്ക് വേണ്ടിയല്ല, അവന്റെ വിഷയങ്ങളിൽ ഗഫൂറാണ്. എന്നാൽ നമ്മുടെ വിഷയങ്ങളിൽ പ്രതികാരമെടുക്കാൻ അല്ലാഹുവുണ്ട്. നമുക്ക് എത്ര സുഖാണ്. നമ്മളെ കൊച്ചാക്കിയവർ, നമ്മളെ ചീത്ത വിളിച്ചവർ, നമ്മളൊന്നുമല്ലെന്ന് പറഞ്ഞവർ, നമ്മളെ പരിഹസിച്ചവർ, എല്ലാവർക്കും പ്രതികാരം കൊടുക്കാൻ അല്ലാഹു മുൻതഖിമോ. അല്ലാഹു നമ്മൾ എന്തിനാ പേടിക്കണത്? ഇതൊരു വണ്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്താൽ അതിനപ്പുറത്തോ ഹോണടിച്ചിട്ടെങ്കിലും പ്രതികാരം തീർക്കുക. ഇതൊരു പ്രതികാരം നമ്മുടെ മനസ്സിൽ വരികയാണ്. എല്ലാത്തിനും പ്രതികാരം തീർക്കാം. ചിരിച്ചില്ലെങ്കിൽ പ്രതികാരം, വാട്സപ്പിൽ ലൈക്ക് കൊടുത്തില്ലെങ്കിൽ പ്രതികാരം. ഒഴിവാക്കി ഫുൾ അള്ളാനെ ഏൽപ്പിക്കുക, അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അള്ള കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട അളവിൽ കൊടുക്കും. റസൂൽ ദാവത്തായിട്ട് ദഅവത്ത് നടത്തുക. അപ്പോഴാണ് എല്ലാവരും കേൾക്കും അബൂലഹബ് അത്രയും നല്ല ആളുകൾക്കിടയിൽ കൊച്ചാക്കി ഹബീബ് എന്താ ചെയ്തത്? അള്ളാഹ് ഏൽപ്പിച്ചു. അല്ല ഇടപെട്ടില്ലേ? ആയത്തിറക്കി അബൂലഹബ് നശിക്കട്ടെ. നശിച്ചു പോയില്ല പ്രിയപ്പെട്ടത്. ആരായിരുന്നു അബൂലഹബ്? റസൂലുള്ളാഹിന്റെ വാക്കുകൊണ്ട് പേടിച്ചിട്ട് ബദർ യുദ്ധത്തിന് പോകാത്ത ആളാണ് അബൂലഹബ്. എല്ലാരും ബദർ യുദ്ധത്തിന് പോയപ്പോ അബൂലഹബ് പോയിട്ടില്ല. എന്റെ കാര്യം? ഈ ആയത്തിൽ പേടിണ്ടായിരുന്നു. പക്ഷെ അള്ളാഹ് കൊടുത്തു. കൊടുക്കേണ്ട സമയത്ത് കൊടുത്തത് എങ്ങനെയാണ്? അബൂലഹബ് ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ ശരീരത്തിൽ ഒരു പ്രത്യേക രോഗം, ഒരു വസൂരി, ഒരു പകർച്ചവ്യാധി, അല്ലാത്ത ദുർഗന്ധം വരുന്നു. മക്കൾക്ക് പോലും അടുക്കാൻ കഴിയുന്നില്ല. നല്ല ഭാര്യയുണ്ട്, മക്കളുണ്ട്, അനുയായികളുണ്ട്, പക്ഷെ ആരും അടുക്കണില്ല. അവസാനം സഹികറ്റ മക്കൾ ഒരു വലിയ വടികൾ എടുത്തുകൊണ്ട് അതിൽ വാപ്പാണ് കയറ്റിയിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ. ഇതൊക്കെ കിതാബിലുള്ളതാണ്. എന്നിട്ട് അവർക്ക് തിരിച്ചു പോന്നു. എന്നിട്ട് ഇടയ്ക്കിടക്ക് മക്കൾ പോയിട്ടുണ്ട് നോക്കും ദൂരത്തുനിന്ന്. വാപ്പ ചത്തുകൂടോ? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അല്ലാഹു മുൻതഖിം. റസൂൽ ഉണ്ടാതിരുന്നു. പിന്നെ ഇന്ത്യക്കാരികളാണ് അള്ളയുടെ കൊടുക്കുകയാണ് അബൂലഹബിന് 8ന്റെ പണി. മക്കളിങ്ങനെ നോക്കും പോരും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ചത്തൊടുങ്ങിയപ്പോ വലിയൊരു കുഴിയുണ്ടാക്കിയിട്ട് നൂണ്ട കൊള്ളിക്കഷ്ണങ്ങൾ എടുത്ത് അതുകൊണ്ട് തള്ളി 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 ആ കുഴിയിലേക്ക് ഇട്ട് അബൂലഹബിനെ കുഴിച്ചുകൂടി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ പഠിച്ചോ മേലുണ്ട്. നമ്മളെ കളിയാക്കുന്നവർ കളിയാക്കട്ടെ, കൊച്ചാക്കുന്നവർ കൊച്ചാക്കട്ടെ, ചീത്ത വിളിക്കുന്നവർ ചീത്ത വിളിക്കട്ടെ. അല്ലാഹു മുൻതഖിമുൻ, മനോഹരമായി പ്രതികരിക്കാൻ അല്ലാഹുവുണ്ട്. കുടൽമാലയിട്ട റസൂലുള്ളാഹിനെ കഷ്ടപ്പെടുത്തിയ ഖുറൈശി തമ്പ്രാക്കന്മാരാണ് ഫത്ഹ് മക്കയിൽ ഹബീബിന്റെ മുമ്പിൽ വരുന്നത്. മുത്തുനബി അന്ന് അവരോട് പറഞ്ഞത് ലാ തസ്രീബ അലൈക്കും,
മുസ്ലിങ്ങളോടൊരു പ്രതികാരമില്ല. അള്ളാഹു മനസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ അള്ളാഹനെ ഏൽപ്പിക്കുക. നമ്മൾ ഫ്രീ ആവും. നമ്മൾ കൊടുത്താൽ പിന്നെ നമുക്ക് കൊടുത്തേക്കാവും സങ്കടം. കൊടുക്കുമ്പോഴും നമുക്ക് വീട്ടാനിട്ടുള്ള സങ്കടം, കൊടുത്തു കഴിഞ്ഞാലോ കൊടുത്തതിനുള്ള സങ്കടം. അള്ളാഹനെ ഏൽപ്പിച്ചാലോ വൃത്തിയിൽ പഠിച്ചോ കൈകാര്യം ചെയ്യും. നമ്മുടെ മനസ്സാണെങ്കിലോ സുഖാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുമാമത്ത് ബിൻ ഉസ്മാൻ എത്ര കഷ്ടപ്പെടുത്തി. മുസ്ലിങ്ങളൊക്കെ യമാമയിലെ രാജാവാണ്, തിടമ്പേറ്റ മനുഷ്യനാണ്. പടച്ചോൻ അങ്ങോട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തു, തൂണിൽ കെട്ടിവെച്ചു സുമാമയെ. അന്ന് റസൂലുള്ളാഹി പുറത്തു കൊടുത്തു. ആ സുമാമ ഇസ്ലാമൊക്കെ വന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആരോടും ദേഷ്യമില്ല, വൈര്യമില്ല, എല്ലാവരും കാണുമ്പോഴും സന്തോഷം, എല്ലാവരും നല്ലവരെന്ന് ചിന്തിക്കുന്നു. ആരും നമുക്കെതിരെ ഒന്നും ചെയ്യണില്ല. നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധാരണ മാറ്റിവെക്കുക. എത്രത്തോളം ആ മുസ്ലിങ്ങളോട് പോലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ടല്ലേ നമ്മൾ ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിച്ച് ജീവിക്കാം. പിന്നെ നിസ്കാരത്തിന് വല്ല സുഖം ഉണ്ടാകും. രണ്ടാമത്തെ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാം. പാടത്തും പറമ്പത്തും കഷ്ടപ്പെടുന്ന കൂലിപ്പണിക്കാരിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എത്ര സുഖം ആലേക്കും മനസ്സിൽ നന്മ പറയും. മൂന്നാമത്തത് പ്രതികാരം അള്ളാഹുവിനെ ഏൽപ്പിക്കാം. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കാൻ അള്ളണ്ട്. വി ആർ ഫ്രീ. നമ്മൾ ഫ്രീ ആണ്. പഠിച്ചോണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആ ഖൽബിൻ സലീം എന്ന് പറഞ്ഞ ആ വലിയ ഗുണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. يا رب يا الله يا رحمن يا الله. നന്ദി പറഞ്ഞാലും തീരില്ല അല്ലാഹ്. ഞങ്ങൾക്കൊരു റമളാനും അതിന് 3 വെള്ളിയാഴ്ചയും തന്നത് നീയാണ്. ഞങ്ങൾ കുറച്ച് അമലേ ചെയ്തിട്ടുള്ളൂ. പോരായ്മകളാണെങ്കിൽ വന്നുപോയിട്ടുണ്ട്. എന്നാലും ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. തറാവീഹ് നിസ്കരിച്ചത്, ഖുർആൻ ഓതിയത്, സംഭാവനകൾ നൽകിയത്, സകാത്ത് കൊടുത്തത്, പരിശുദ്ധ പള്ളിയിൽ ഇഅ്തികാഫിരുന്നത്, ഇഫ്താർ നടത്തിയത്, അങ്ങനെ ചെയ്ത കൊച്ചു കൊച്ചു അമലുകൾ പടച്ചോനെ വലിയ പ്രതിഫലം തന്ന് സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. എല്ലാത്തിന്റെ പുണ്യവും ഞങ്ങൾക്ക് ഞങ്ങളെക്കാൾ മഹത്വത്തുള്ള ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമായ മനസ്സിന്റെ റാഹത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റെല്ലാ മഹാന്മാരിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എല്ലാവരുടെ ദർജയും ഉയർത്തണേ അല്ലാഹ്. അവർക്ക് മദദും തിരുനോട്ടവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കരുത് അല്ലാഹ്. ഇനിയും ഒരുപാട് റമളാനിന്റെ താഅത്തിലായി നൽകണേ അല്ലാഹ്. റബ്ബേ, അവസാനത്തെ 10ലേക്ക് കടക്കാൻ നിൽക്കുകയാണ്. ഇതും മിസ്സാക്കുന്ന ഹതഭാഗ്യരെ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. കുറേ ഇബാദത്ത് ചെയ്യാൻ, നിന്നിലേക്ക് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, തൗബ ചെയ്ത് നിന്നിലേക്ക് മടങ്ങാൻ ഞങ്ങളെ റസൂലുള്ളാഹിനെ ആലോചിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കുറേ ദിവസം പട്ടിണിയാണ്. റസൂലുള്ളാഹിക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ടും ഹബീബ് ഈ 10 ദിവസം അങ്ങനെ പള്ളിയിൽ ചടഞ്ഞുകൂടിയെങ്കിൽ ഇതിനൊരു സീക്രട്ട് ഉണ്ടല്ലോ. ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. ഭാഗ്യം
ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ 10 ശരിക്കും ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വാക്കിനെ സൂക്ഷിച്ച് നാവൊതുക്കി വെച്ച് മൊബൈൽ ഫോൺ മാറ്റിവെച്ച് അങ്ങാടികളിൽ നിന്നൊക്കെ പരമാവധി മാറിക്കൊണ്ട് നീ ഇഷ്ടപ്പെടുന്ന ഏകമായ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. വിജമാഅത്തും മുടങ്ങാതെ തറാവീഹ് മുടങ്ങാതെ ഒരുപാട് അമല് ചെയ്ത് ഞങ്ങൾക്ക് അനുകൂലമായി മാറുന്ന ഒരു റമളാൻ അതിനെ യാത്രയേക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണേ, ഞങ്ങളുടെ തെറ്റൊക്കെ പൊറുത്തരണേ, ഞങ്ങൾ ഈമാൻ കൂട്ടി തരണേ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയിൽ ഞങ്ങൾക്ക് ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്കിടയിൽ തന്നെ കുഫ്ർ, ഞങ്ങൾക്കിടയിൽ തന്നെ ശിർക്ക്, ഞങ്ങൾക്കിടയിൽ തന്നെ ബിദ്അത്ത്, ഞങ്ങൾക്കിടയിൽ തന്നെ ഫിസ്ഖ്. അന്ത്യനാളിനോടടുക്കുന്ന കാലഘട്ടത്തിലെ ചപ്പുചവറും ചണ്ടികളുമായി പോയി ഞങ്ങൾ കുഫ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ശിർക്കിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ബിദ്അത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഫിസ്ഖിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സകല തെറ്റും പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങൾ ഇന്ന് പലരും മരിച്ചുപോയി. പള്ളിപ്പറമ്പിൽ ഓർക്കുമ്പോഴേക്ക് കരച്ചിൽ വരുന്ന സ്നേഹം തന്ന ഒത്തിരി പേരുണ്ട്, വിവിധ നാടുകളിലുണ്ട്. പടച്ചോനെ എല്ലാവർക്കും പുറത്തൊടുക്കണേ, എല്ലാവർക്കും പുറത്തൊടുക്കണേ, എല്ലാവർക്കും പുറത്തൊടുക്കണേ, എല്ലാവരും കബറും സ്വർഗ്ഗാക്കണേ. ഞങ്ങൾ കുടുംബത്തൊന്നും മരിച്ചോര്, ഞങ്ങളെ സ്നേഹിച്ചോര് പഠിച്ച റബ്ബേ എന്താണ് ആരുടെ മണ്ണിലെന്നറിയൂല. ഈ വിശുദ്ധ വെള്ളിയിലെ റമദാനില് നിന്നോട് യാചിക്കുകയാണ്, മാപ്പ് ചെയ്യണേ അല്ലാഹ്. എല്ലാവരും കബറിൽ നിന്ന് മുതൽ ഈ ലഹ്ള മുതൽ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികൾ ഈ സദസ്സിലുണ്ട്. രോഗങ്ങളൊക്കെ നീക്കി പൂർണ്ണ ശിഫ നൽകണേ, പൂർണ്ണാരോഗ്യം നൽകണേ, പൂർണ്ണാരോഗ്യം നൽകണേ. ശരീരമാ സകലം ശക്തിയും സുഖവും റാഹത്തും ബലവും ആരോഗ്യവുമുള്ള ദീർഘായുസ് നിന്റെ തോഴത്തിനായി നൽകണേ അല്ലാഹ്. ഞങ്ങളെ പാവക്കാർക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണാരോഗ്യം കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണാരോഗ്യം കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണാരോഗ്യം കൊടുക്കണേ അല്ലാഹ്. റബ്ബേ നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം എല്ലാം ഞങ്ങൾക്ക് ഓശാരമായി നൽകണേ അല്ലാഹ്. ഓശാരമായി നൽകണേ അല്ലാഹ്. ഓശാരമായി നൽകണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തിയ പലരുമുണ്ട്, പലർക്കും പല തടസ്സങ്ങളാണ്. റബ്ബേ നിന്റെ കനിവ് കൊണ്ട്, മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് എല്ലാ തടസ്സവും നീക്കി നല്ല റാഹത്തുള്ള ഇടയും സന്തോഷമുള്ള ദാമ്പത്യവും അവർക്കൊക്കെ കൊടുക്കുക അല്ലാഹ്. കൊടുക്കണേ അല്ലാഹ്, കൊടുക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ പൊന്നുമ്മ പൊന്നുപ്പ, ഞങ്ങൾ ഉസ്താദുമാർ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ, അവർക്ക് 2 ലോകത്തും സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ദാമ്പത്യം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളെ മക്കളും ഞങ്ങളെ ശിഷ്യന്മാരും അവരാണ് ഞങ്ങളെ വലിയ സമ്പത്ത്. അവരെ കാണുമ്പോ 2 ലോകത്തും കണ്ണിന് കുളിർമ നൽകണേ അല്ലാഹ്. പരീക്ഷകളുടെ കാലമാണ്, എളുപ്പമാക്കി ഉന്നത മാർക്ക് കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഈ പള്ളിപ്പണി, ഈ പള്ളിയിൽ ഒരുപാട് നവോത്ഥാനങ്ങൾ നടന്നു. പടച്ചോനെ ലക്ഷങ്ങൾ നൽകിയത് ഈ നാട്ടാരാണ്. വലിയ ഭാഗ്യല്ല സ്വതന്ത്രത്വം ജാരിയാക്കണേ അല്ലാഹ്. അഡീഷണൽ ബ്ലോക്ക്, പള്ളിയുടെ നിർമ്മാണം, സഹചാരിക്ക്, CH സെന്ററിന്, ഇഫ്താറിന്, അങ്ങനെ എന്തെല്ലാം നൽകി റബ്ബേ നാട്ടുകാര് എല്ലാം നെയ്യത്ത് നന്നാക്കണേ അല്ലാഹ്. റബ്ബേ നടക്കാനുള്ള പള്ളിയുടെ നവീകരണത്തിലേക്കും
അല്ലാഹു അതുപോലെ ഞങ്ങൾ ചോദിച്ചതിനും ഇന്നവർ ഉസ്താദിനും നൽകിയ സംഭാവന എല്ലാം സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ പള്ളിക്കായി കഷ്ടപ്പെടുന്ന കമ്മിറ്റിക്കാര്, ഈ നാട്ടിലുള്ള യുവകൂട്ടായ്മകള്, ഇവിടെയുള്ള ഉസ്താദുമാര്, നാട്ടുകാര് എല്ലാരെയും ദീനിലായി നീ സ്വീകരിക്കണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്, സലാമത്തിലാക്കണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. പോയി കിടക്കാനുള്ള ഖബർ സ്വർഗ്ഗമാക്കണേ. കിതാബ് വലത് കയ്യിൽ നൽകണേ, അർശിന്റെ തണൽ നൽകണേ. പടച്ചോനെ നരകം തൊടാതെ ഹിസാബില്ലാതെ ഞങ്ങൾക്ക് ജന്നത്തുൽ ഫിർദൗസ് നൽകണേ, ജന്നത്തുൽ ഫിർദൗസ് നൽകണേ, ജന്നത്തുൽ ഫിർദൗസ് നൽകണേ. പടച്ചോനെ ഇവിടെ നടക്കുന്ന ദർസിലേക്ക് മാസാമാസം 1000-500 നാട്ടിൽ ഈ നാട്ടുകാര് നൽകാണ്. നിന്റെ ദീനിനെ ഇൽമിനെ സ്നേഹിച്ചിട്ടാണ്. എത്ര ഹദീസാണ് ഇൽമിനെ സഹായിക്കുന്നവരെ പറ്റി പുകഴ്ത്തിയിട്ടുള്ളത്. അതെല്ലാം ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله على محمد.